ഹായ് ഗീസ്, MG സബ് കോമ്പാക്ട് SUV ആസ്റ്റർ കൊണ്ടുവന്നിരിക്കുകയാണ് മികച്ച അഫോർഡബിൾ ആയുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ വാഹനം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള അവരുടെ ZCVയുടെ ഫേസ് ലിഫ്റ്റ് ആണെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ കുറഞ്ഞ വിലയിൽ മികച്ച അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സുകൾ MG നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇതേ സെഗ്മെൻറ്റിൽ കിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഹ്യൂണ്ടായുടെ ക്രെറ്റയുമായിട്ടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ രണ്ട് വണ്ടിയിലും നൽകിയുള്ള പെട്രോൾ എഞ്ചിനെ കുറിച്ചിട്ടാണ്. ആസ്റ്ററിൽ രണ്ട് തരത്തിലുള്ള എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എഞ്ചിനായിട്ടുള്ള 1.5 ലിറ്റർ ക്രെറ്റയുടെ 1.5 ലിറ്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പവർ ആസ്റ്ററിൻ്റെ വരുന്നത് 108.49 bhp ആണെങ്കിൽ 113.42 bhp വരുന്നത് ക്രെറ്റയുടെ. അതായത് 4.93 bhp കൂടുതലാണ് പവർ ക്രെറ്റയുടെ ഈ എഞ്ചിന്. ടോർക്ക് വരുന്നത് ആസ്റ്റർ 144 ന്യൂട്ടൺ മീറ്റർ ആണെങ്കിൽ 143.8 ന്യൂട്ടൺ മീറ്റർ ആണ് ക്രെറ്റയുടെ വരുന്നത്. ടോർക്കിൻ്റെ കാര്യത്തിൽ രണ്ട് വണ്ടിയും സെയിം ആണ്. ഇനി ട്രാൻസ്മിഷനിൽ രണ്ട് വണ്ടിയും മാനുവലും CVTയും വരുന്നുണ്ട്. ആസ്റ്ററിൽ അടുത്ത എഞ്ചിനായിട്ടുള്ള 1.4 ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ ക്രെറ്റയുടെ ഇതേ എഞ്ചിനുമായിട്ടൊന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പവർ ആസ്റ്ററിൻ്റെ വരുന്നത് 138.08 bhp ആണെങ്കിൽ 138.08 bhp തന്നെയാണ് ക്രെറ്റയുടെ വരുന്നത്. അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ രണ്ട് വണ്ടിയും ഈ ഒരു എഞ്ചിന് സെയിം ആണ്. ഇനി നമ്മൾ ടോർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 220 ന്യൂട്ടൺ മീറ്ററാണ് ആസ്റ്റർ വരുന്നെങ്കിൽ 242 ന്യൂട്ടൺ മീറ്റർ ക്രെറ്റയുടെ വരുന്നുണ്ട്. അതായത് 22 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കൂടുതലാണ് ക്രെറ്റയുടെ ഈ ഒരു എഞ്ചിന്. ഇനി ട്രാൻസ്മിഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ രണ്ട് വണ്ടിയിലും ഓട്ടോമാറ്റിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതും ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ. എന്നാൽ ക്രെറ്റയിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DCT ട്രാൻസ്മിഷനോട് കൂടിയിട്ടാണ് നൽകിയുള്ളത്, ആസ്റ്ററിൽ ടോർക്ക് കൺവേർട്ടറും. ഇനി നമ്മൾ ഈ രണ്ട് വണ്ടിയുടെയും ഡയമെൻഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആസ്റ്ററിൻ്റെ നീളം വരുന്നത് 4323 മില്ലിമീറ്റർ ആണെങ്കിൽ 4300 മില്ലിമീറ്റർ മാത്രമാണ് ക്രെറ്റയുടെ വരുന്നത്. അതായത് 23 മില്ലിമീറ്റർ നീളം കൂടുതലാണ് ആസ്റ്റർ. ഇനി വീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1809 മില്ലിമീറ്റർ ആസ്റ്റർ വരുമ്പോൾ 1790 മില്ലിമീറ്റർ ആണ് ക്രെറ്റ വരുന്നത്. അതായത് 19 മില്ലിമീറ്റർ വീതി കൂടുതലാണ് ആസ്റ്റർ. ഉയരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1650 മില്ലിമീറ്റർ ഉയരം ആസ്റ്റർ വരുമ്പോൾ 1635 മില്ലിമീറ്റർ ആണ് ക്രെറ്റ വരുന്നത്. അതായത് 15 മില്ലിമീറ്റർ ഉയരം കൂടുതലാണ് ആസ്റ്റർ. വീൽ ബേസ് 2585 മില്ലിമീറ്റർ ആസ്റ്റർ വരുമ്പോൾ ക്രെറ്റ വരുന്നത് 2610 മില്ലിമീറ്റർ. അതായത് 25 മില്ലിമീറ്റർ വീൽ ബേസ് കുറവാണ് ആസ്റ്റർ. നീളവും വീതിയും ഉയരവും ഒക്കെ ആസ്റ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബിൻ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെറ്റയും ആസ്റ്ററും തമ്മിൽ വലിയൊരു വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. രണ്ട് വണ്ടിയിലും ഒരുപോലത്തെ മികച്ച ഒരു ക്യാബിൻ സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ MG ആസ്റ്ററിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം ഇതുവരെ പുറത്തു വിട്ടില്ല. എന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനായിട്ടുള്ള ZXEVയുടെ ഒരു ബൂട്ട് സ്പേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ 470 ലിറ്ററാണ് നൽകിയുള്ളത്. എന്നാൽ ആ ഒരു 470 ലിറ്റർ ക്രെറ്റയുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ ക്രെറ്റയിൽ വരുന്നത് 433 ലിറ്ററാണ്. അതായത് 37 ലിറ്റർ ബൂട്ട് സ്പേസ് കൂടുതലാണ് ഈ ആസ്റ്ററിൽ. ഇനി ഇത് കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ MG ആസ്റ്ററിൻ്റെ കാര്യമൊന്നും പുറത്ത് വിട്ടില്ല. എന്നാൽ നമ്മൾ ZXEVയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 177 മില്ലിമീറ്റർ ആയിരിക്കും. ക്രെറ്റയുടെ വരുന്നത് 190 മില്ലിമീറ്ററും. അതായത് 13 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ് ഹ്യൂണ്ടായി ക്രെറ്റയ്ക്ക്. ഇനി ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ MG ആസ്റ്ററിൽ 17 ഇഞ്ചാണ് നൽകിയുള്ളത്. ഹ്യൂണ്ടായി ക്രെറ്റയിൽ 16 to 17 ഇഞ്ചുകളാണ് നൽകിയുള്ളത്. ടേണിംഗ് റേഡിയസ്, അതായത് എത്ര ചുരുങ്ങിയ സ്ഥലത്ത് ഈ വാഹനം തിരിച്ചെടുക്കാൻ കഴിയും നോക്കി കഴിഞ്ഞാൽ ആസ്റ്റർ 5.1 മീറ്റർ ആണ്. ഇതിൽ ക്രെറ്റ വരുന്നത് 5.3 മീറ്റർ ആണ്. അതിൽ മികച്ചു നിൽക്കുന്നത് ആസ്റ്റർ തന്നെയാണ്. ഇനി രണ്ട് വണ്ടിയിലും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂണ്ടായി ക്രെറ്റയിൽ സ്റ്റാൻഡേർഡായിട്ട് സേഫ്റ്റിക്ക് കൊടുത്തിട്ടുള്ളത് ABS ഡ്യുവൽ എയർ ബാഗ്, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ, സീറ്റ് ബെൽറ്റ് പ്രൊട്ടക്ഷൻ വിത്ത് ലോഡ് ലിമിറ്റർ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, പിന്നെ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ. ഇത് കൂടാതെ ഈ വണ്ടിയുടെ ടോപ്പ് വേരിയൻറ്റ് SX പിന്നെ SX ഓപ്ഷനിൽ അധികമായിട്ട് വരുന്നത് 4 ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോള് എന്നിവ കൂടി അധികമായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ടോപ്പ് വേരിയൻറ്റിൽ 6 എയർ ബാഗുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇനി MG ആസ്റ്ററിൽ സ്റ്റാൻഡേർഡായിട്ട് സേഫ്റ്റിക്ക് കൊടുത്തിട്ടുള്ളത് ABS ഡ്യുവൽ എയർ ബാഗ്, EBD ബ്രേക്ക് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഹിൽ ഹോൾഡ് കൺട്രോള്, ഹിൽ ഡിസെൻറ്റ് കൺട്രോള്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, 4 ഡിസ്ക് ബ്രേക്ക്, ഐസോഫിക് ചൈൽഡ് സീറ്റ് ആങ്കർ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് പ്രൊട്ടക്ഷൻ വിത്ത് ലോഡ് ലിമിറ്റർ, പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കൂടി നൽകിയിട്ടുണ്ട് സ്റ്റാൻഡേർഡായിട്ട്. ഇത് കൂടാതെ വണ്ടിയുടെ സെക്കൻഡ് ടോപ്പ് വേരിയൻറ്റ് സ്മാർട്ടിൽ ഈ സേഫ്റ്റി ഫീച്ചേഴ്സുകൾ കൂടാതെ തന്നെ 4 എയർ ബാഗ് കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് വേരിയൻറ്റ് നമ്മൾ ഈ പറഞ്ഞ സേഫ്റ്റി ഫീച്ചേഴ്സുകൾ മൊത്തം കൂടാതെ 6 എയർ ബാഗ് കൂടി അധികമായിട്ട് നൽകിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ടോപ്പ് വേരിയൻറ്റിൽ ഓപ്ഷണലായിട്ട് മോസ്റ്റ് അഡ്വാൻസ്ഡ് സേഫ്റ്റി ഫീച്ചേഴ്സായുള്ള അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം കൂടി ലഭിക്കും. ഇതിൽ ലൈൻ കീപ്പ് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള്,
ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ്, സ്പീഡ് അസിസ്റ്റ് സിസ്റ്റം, പിന്നെ ഇൻ്റലിജൻറ്റ് ഹെഡ് ലാമ്പ് കൺട്രോൾ, ഈ പറഞ്ഞ അഡാസ് എന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടോപ്പ് വേരിയൻ്റ് ആയിക്കോട്ടെ, സേഫ്റ്റി ഫീച്ചേഴ്സുകൾ കൂടുതലുള്ളത് MG ആസ്റ്ററിലാണ്. ഇനി നമ്മൾ കംഫർട്ട് ആൻഡ് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ MG ആസ്റ്ററിൽ ഇല്ലാത്തതും ഹ്യൂണ്ടായി ക്രെറ്റയിൽ ഉള്ളതുമായുള്ള ഫീച്ചേഴ്സുകൾ ഏതൊക്കെ നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഓട്ടോ ഡീം ഡേ നൈറ്റ് IRVM ആസ്റ്ററിൽ നൽകിയിട്ടുണ്ട്, എന്നാൽ മാനുവൽ ആയിട്ടാണ് കൊടുത്തുള്ളത്, ഓട്ടോമാറ്റിക് അല്ല. ഇനി വരുന്നത് പെഡൽ ലാമ്പ്, പിന്നെ ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ, പിന്നെ റിയർ സീറ്റ് ഹെഡ് റെസ്റ്റ് കുഷ്യൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിയർ വിൻഡോ സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റാണ് ക്രെറ്റയിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് വണ്ടിയിലും പവർ അഡ്ജസ്റ്റബിൾ ആയില്ല ഡ്രൈവിംഗ് സീറ്റുകളൊന്നും നൽകിയില്ല. എന്നാൽ ക്രെറ്റയിൽ ഇത് 8 വേ ആണെങ്കിൽ ആസ്റ്ററിൽ 6 വേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എയർ പ്യൂരിഫയർ, പേഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്രെറ്റയിൽ ഡ്രൈവിംഗ് മോഡുകൾ നൽകിയിട്ടുണ്ട്, ഈക്കോ, കംഫർട്ട്, സ്പോർട്ട്, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ മോഡ്, സ്നോ, മഡ്, സാൻഡ് എന്നിവ. കൂൾഡ് ഗ്ലൗ ബോക്സ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വലിയ ടച്ച് സ്ക്രീനാണ് രണ്ട് വണ്ടിയിലും നൽകിയുള്ളത്. എന്നാൽ ക്രെറ്റയിൽ ഇത് 10.25 ഇഞ്ചിൻ്റെയും ആസ്റ്ററിൽ ഇത് 10.1 ഇഞ്ചിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ക്രെറ്റയിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ബോസിൻ്റെ മികച്ച 8 സ്പീക്കറാണ് നൽകിയുള്ളത്, എന്നാൽ ആസ്റ്ററിൽ 6 സ്പീക്കറും. പിന്നെ വരുന്നതാണ് വയർലെസ് ചാർജർ. ഇതൊക്കെയാണ് ഹ്യൂണ്ടായി ക്രെറ്റയിലുള്ളതും MG ആസ്റ്ററിൽ ഇല്ലാത്തതുമായുള്ള ഫീച്ചേഴ്സുകൾ. ഇനി നമുക്ക് ഹ്യൂണ്ടായി ക്രെറ്റയിൽ ഇല്ലാത്തതും MG ആസ്റ്ററിൽ ഉള്ളതുമായുള്ള ഫീച്ചേഴ്സുകൾ നോക്കിയാലോ. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ആസ്റ്ററിൻ്റെ ഡാഷ്ബോർഡിൽ പേഴ്സണൽ AI അസിസ്റ്റൻറ്റ് സിസ്റ്റം ലഭിക്കും. വാഹനത്തിന് ചില ഭാഗങ്ങളൊക്കെ ഇതുവഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ സംസാരിച്ചാൽ തിരിച്ച് മറുപടി നൽകുന്ന ഒരു റോബോട്ടാണെന്ന് കൂടി പറയാം ഇതിനെ. ഇത് കൂടാതെ തന്നെ ഫ്രണ്ട് ഫോഗ് ലാമ്പ് രണ്ട് വണ്ടിയിലും നൽകിയിട്ടുണ്ട്, എന്നാൽ ആസ്റ്ററിൽ ഇത് കോർണറിങ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് നൽകിയുള്ളത്. പിന്നെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. റിയർ ഫോഗ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഹീറ്റഡ് ആയിട്ടുള്ള ORVM ആണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് മോഡുകൾ നൽകിയിട്ടുണ്ട്. നോർമൽ, അർബൻ, ഡൈനാമിക്. 5 USB പോർട്ടുകളാണ് ഈ വാഹനത്തിന് നൽകിയുള്ളത്. ക്രെറ്റയിൽ 2 എണ്ണം, ഒന്ന് പുറകിലും ഒന്ന് മുൻപിലായിട്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ആസ്റ്ററിൽ ഒരു ഡിജിറ്റൽ കീ ലഭിക്കും കേട്ടോ, ബ്ലൂടൂത്തിൻ്റെ ടെക്നോളജിയോട് കൂടിയിട്ട്. പിന്നെ അവസാനത്തെ ഒരു ഫീച്ചറാണ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്. ഇതൊക്കെയാണ് ഹ്യൂണ്ടായി ക്രെറ്റയിൽ ഇല്ലാത്തതും MGയുടെ ആസ്റ്ററിൽ ഉള്ളതുമായുള്ള ഫീച്ചേഴ്സുകൾ. അപ്പോൾ നമ്മൾ കംഫർട്ട് ആൻഡ് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൽ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ രണ്ടെണ്ണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മികച്ചത്, അതായത് പ്രാക്ടിക്കലി എനിക്ക് ഏറ്റവും കൂടുതൽ മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഹ്യൂണ്ടായി ക്രെറ്റയിലാണ്. ഒരുപാട് ഫീച്ചേഴ്സുകൾ ഹ്യൂണ്ടായി ക്രെറ്റയിൽ MG ആസ്റ്ററിനെക്കാട്ടിലും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വിലയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ അറിയുണ്ടാവും രണ്ട് വണ്ടിയുടെയും പ്രൈസ്. മിനിമം 38,000 രൂപ മുതൽ മാക്സിമം 1,84,000 രൂപ വരെ കൂടുതലാണ് ഹ്യൂണ്ടായി ക്രെറ്റയ്ക്ക് MG ആസ്റ്ററിനെ അപേക്ഷിച്ചിട്ട്. ഇനി നമുക്ക് വളരെ ചുരുക്കത്തിൽ ഈ രണ്ട് വണ്ടിയുടെയും കമ്പാരിസണിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഹ്യൂണ്ടായി ക്രെറ്റനെക്കാട്ടിലും വീതിയും ഉയരവും നീളവും ഒക്കെ കൂടുതലാണ് MGയുടെ ഈ ആസ്റ്റർ. അതുപോലെ തന്നെ എഞ്ചിൻ ഓപ്ഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂണ്ടായി ക്രെറ്റയിൽ നമുക്ക് ഡീസൽ എഞ്ചിനും ലഭിക്കും, പെട്രോൾ എഞ്ചിനും ലഭിക്കും. എന്നാൽ MGയുടെ ഈ ആസ്റ്ററിൽ നമുക്ക് വെറും പെട്രോൾ എഞ്ചിന് മാത്രമേ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് MGയുടെ ഈ ആസ്റ്ററാണ്. അതുപോലെ തന്നെ കംഫർട്ട് ആൻഡ് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഹ്യൂണ്ടായുടെ ക്രെറ്റയാണ്. അതുപോലെ തന്നെ പ്രൈസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രൈസ് ഹ്യൂണ്ടായുടെ ഈ ഒരു ക്രെറ്റയ്ക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ രണ്ട് വണ്ടിയിലും ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏതാണ്? എനിക്കിത് രണ്ട് വണ്ടിയിലും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു SUV സെഗ്മെൻറ്റിൽപ്പെട്ടൊരു വാഹനം എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതിൽ എനിക്ക് മികച്ച ഒരു ഡിസൈനായിട്ട് തോന്നിയിട്ടുള്ളത് MGയുടെ ഈ ആസ്റ്ററിനെക്കാട്ടിലും ഹ്യൂണ്ടായുടെ ക്രെറ്റയാണ്. അതുപോലെ തന്നെ പിന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് സർവീസ് അവൈലബിലിറ്റി. ഹ്യൂണ്ടായുടെ നെറ്റ്വർക്കിംഗ് ആണ് സർവീസിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ മികച്ചു നിൽക്കുന്നത് MGനെക്കാട്ടിലും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.